അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12:29-നും 12:31-നും ഇടയിലെ 84 സെക്കൻഡ് നീണ്ടുനിന്ന മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. ഗർഭഗൃഹത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം RSS അധ്യക്ഷൻ മോഹൻ ഭാഗവതും യോഗി ആദിത്യനാഥും പങ്കെടുത്തു. അമിതാഭ് ബച്ചൻ, മുകേഷ് അംബാനി, സച്ചിൻ ടെണ്ടുൽക്കർ, അനുപം ഖേർ ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട 7000-ഓളം അതിഥികളാണ് ചടങ്ങിന് സാക്ഷിയായത്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ പുതിയ യുഗത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിന്റെ നീതി വ്യവസ്ഥ രാമന് നീതി നൽകി. രാമക്ഷേത്ര നിർമ്മാണം വൈകിയതിന് രാമനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നീതി നടപ്പാക്കിയതിൽ സുപ്രീം കോടതിക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ये क्षण अलौकिक है, ये पल पवित्रतम है, ये माहौल, ये वातावरण, ये ऊर्जा, ये घड़ी प्रभु श्री राम का हम सब पर आशीर्वाद है. എസ് വിജയകുമാർ, മാർ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് തത്സമയം ആദ്യം. എസ് വിജയകുമാർ, ഈ ചടങ്ങുകൾ അതിനെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം ചുരുക്കി? എസ് വിജയകുമാറിന് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശരി, ഞാൻ വിജയകുമാറിലേക്ക് എത്താം. ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ടോ എന്ന് കരുതുന്നു. ആർ രാധാകൃഷ്ണനിലേക്ക്. ആർക്കെ, ഇപ്പോൾ അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി സംസാരിച്ച് തീർന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞ സമയമൊക്കെ തെറ്റിയിട്ടുണ്ട്, സമയക്രമമൊക്കെ മാറിയിട്ടുണ്ട്. 1 മുതൽ സംസാരിക്കുമെന്നൊക്കെ ആയിരുന്നു. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പോലും അറിയിച്ചൊരു സമയക്രമം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി അല്പസമയം മുൻപാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിച്ചത്. അതിൽ രാഷ്ട്രീയമായി ഒരു പക്ഷേ നമ്മൾ നേരത്തെ കരുതിയതുപോലെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല. ഇതിൽ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള പ്രത്യക്ഷ പരാമർശങ്ങളൊന്നുമില്ല. പക്ഷേ പരോക്ഷമായി ആ തരത്തിലേക്കൊക്കെ അദ്ദേഹം പരാമർശം നടത്തുന്നുണ്ട്. സുപ്രീം കോടതിക്ക് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വൈകിയതിൽ രാമനോട് ക്ഷമ ചോദിക്കുന്നു. ഇനി രാമരാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു. ഏതായാലും കൃത്യമായി തന്നെ ഒരു പ്രത്യക്ഷ പരാമർശത്തിലേക്ക് പോകാതെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചു എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടുമാണ് അനുജയുടെ നിരീക്ഷണം വസ്തുതാപരമാണ്. രാഷ്ട്രീയ കൗശലം നരേന്ദ്രമോദി എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് എന്നതിന് ഒരു ക്ലാസിക്കൽ ഉദാഹരണം എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ അയോധ്യയിലെ പ്രസംഗത്തെ വിലയിരുത്താം. കാരണം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് തന്റെ സംഘടനയ്ക്ക് അഥവാ BJPക്ക് സംഘപരിവാറിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും അത് നേടിയെടുത്തു എന്ന അവകാശവാദത്തെ മുന്നോട്ട് വെച്ചും ഇനി എങ്ങനെയായിരിക്കും ഈ ആശയം ഇനിയുള്ള കാലങ്ങളിൽ രാജ്യത്തിന് മുന്നിൽ ഉണ്ടാകുക എന്നതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം നൽകിയാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ സംസാരിച്ചത്. അതിൽ അദ്ദേഹം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന രാമനോട് അദ്ദേഹം മാപ്പ് ചോദിച്ചു എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം നൽകുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് കാലങ്ങളായി രാജ്യത്തിന് ഈ വിധത്തിൽ അല്ലെങ്കിൽ രാമൻ ഈ വിധത്തിൽ നീതികേട് നേരിടേണ്ടി വന്നതിന് കാരണമായത് ഇവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഴ്ചകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യവസ്ഥ കൃത്യമായപ്പോൾ ആ കാര്യങ്ങളിൽ വേഗത്തിൽ നടപടികൾ ഉണ്ടായി. നീതിപീഠം അതിനൊപ്പം നിന്നു. നീതി വ്യവസ്ഥ രാമന് നീതി നൽകി എന്നുള്ളതാണ്. നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായി വായിച്ചെടുക്കാം. ഏത് വ്യവസ്ഥയാണ് ഇവിടെ നിന്നതെന്നും ആരാണ് ആ വ്യവസ്ഥയ്ക്ക് നേതൃത്വം നൽകിയത് എന്നതും വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. രാമക്ഷേത്രം യാഥാർത്ഥ്യമായാൽ രാജ്യത്താകെ തീ കത്തുമെന്നാണ് ഒരു വിഭാഗം പറഞ്ഞിരുന്നത് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന എടുത്ത് പറയേണ്ട ഒന്നാണ്.
അത് അങ്ങനെയുള്ള ഒരു തീയും രാജ്യത്ത് ഇല്ലാതെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിരിക്കുന്നു. അതൊരു അവകാശവാദമാണ്. BJP ഉന്നയിച്ച രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ പ്രകടന പത്രികയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനകളിൽ ഒന്നായിരുന്നു രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കും എന്നുള്ളത്. അത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കുഴപ്പം രാജ്യത്തിന്റെ ഒരു ഭാഗത്തും ഇല്ലാതെ ഇത് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിച്ചു എന്നത് വലിയൊരു നേട്ടമായി അദ്ദേഹം അവകാശപ്പെടുന്നു. രാമൻ ഊർജമാണ്, അഥവാ ഇങ്ങനെ തീ കത്തിക്കുന്ന വിധത്തിലുള്ള ഏതെങ്കിലും ഒരു വികാരമല്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. അതിന്മേൽ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം മറ്റെന്തിനേക്കാൾ വലുതും അത് BJP ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെയാകും രാമനെ പ്രതീകവൽക്കരിക്കുക എന്നതിനെ സംബന്ധിച്ച് സൂചന നൽകുന്ന ഒന്നും കൂടിയാണ്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായ കാലതാമസത്തെ അടക്കം ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. രാമനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. രാമൻ ഏത് വിധത്തിലാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇനിയുള്ള കാലത്ത് രാമചിന്തയാണ് രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജമായി വർത്തിക്കാനായിട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഈ അയോധ്യയിലെ രാമക്ഷേത്ര യാഥാർത്ഥ്യമാകൽ അത് വികസന പ്രവർത്തികളുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസന ഗതിവേഗം വർദ്ധിക്കുന്നതിന്റെ ഒരു പ്രതീകമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കാൻ അദ്ദേഹം മറന്നില്ല എന്നുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഘട്ടത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രാധാന്യം, അദ്ദേഹത്തിന്റെ മനസ്സിലെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. കുബേർതില ക്ഷേത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സന്ദർശിച്ച് കൊണ്ടിരിക്കുന്നത്. അത് ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് തന്നെയാണ്. ആ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രാമന്റെ ഒപ്പം ശിവൻ, രാമൻ ഇവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ശിവൻ അവിടെ അധിവാസം നടത്തിയിരുന്നു, അവിടെ സന്ദർശിച്ചിരുന്നു എന്നൊക്കെയുള്ള വിശ്വാസമാണ് ഈ മേഖല നൽകുന്നത്. ഇവിടുത്തെ ക്ഷേത്രവും ഈ പുരാതന ശിവവിഗ്രഹവും ഒക്കെ തകർച്ച നേരിട്ടിരുന്നു. അതും പുനരുദ്ധരിക്കപ്പെട്ട ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ജനങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തുറന്ന് നൽകുകയാണ്. ഈ വിഷയങ്ങളിലെല്ലാം ഒരുപക്ഷെ ഇന്ന് ഏതാണ്ട് 5 മണിക്കൂറോളം അദ്ദേഹം അയോധ്യയിൽ ചിലവിടുകയാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സാധാരണ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ കാണുന്ന അതിതീവ്രമായിട്ടുള്ള വാക്കുകളോ ഒന്നും ഇല്ലെങ്കിലും മിതത്വം പാലിച്ചിട്ടുള്ള വാക്കുകളാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗം വഴി വളരെ കൃത്യമായിട്ട് തന്റെ രാഷ്ട്രീയവും താൻ ഈ രാമക്ഷേത്ര നിർമ്മാണം വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കിയത് വഴിയുള്ള വസ്തുതകളും അദ്ദേഹം പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പലരും പറഞ്ഞ കാര്യങ്ങളെപ്പോലും അദ്ദേഹം പരാമർശിക്കുകയും വിമർശിക്കുകയും ചെയ്തു. ഒപ്പം ഈ രാമക്ഷേത്ര നിർമ്മാണം രാജ്യത്തിന് അനിവാര്യമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമയമാണ് ഏറ്റവും ഉചിതമായ സമയം എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വളരെ കൃത്യമായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് അത് BJP മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഉണ്ട്, അല്ലെങ്കിൽ ആ ദിശാബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് എന്ന അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദമായി കൂടി നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ആരും രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിനെ തടയാനായിട്ട്, ആർക്കും രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിനെ തടയാനായിട്ട് സാധിക്കില്ല. രാമൻ ഒരു സത്യമാണ്. ലക്ഷ്യം വസ്തുതാപരമായിട്ടുള്ളതാണെങ്കിൽ അഥവാ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എന്നതിന്റെ ഉള്ള തെളിവാണ് ഈ രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ പരോക്ഷമായി പരാമർശിച്ചു പോയി എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് ഇപ്പോൾ നിലനിൽക്കുന്ന സംവിധാനത്തിന്റെ ഒരു വിജയമാണ്. അതായത് BJPയുടെ രാഷ്ട്രീയ വിജയമാണ്. രാജ്യത്തെ സംബന്ധിച്ച് ഇനിയുള്ള കാലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അടക്കം ആധാരമാകാൻ പോകുന്നത് രാമക്ഷേത്രം ഉൾപ്പെടെയുള്ളതാണ്. രാമൻ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുവഴി രാമരാജ്യം യാഥാർത്ഥ്യമാക്കാൻ താനും തന്റെ കീഴിലുള്ള സർക്കാരും വേണ്ടി വന്നു എന്നത് അദ്ദേഹം പരോക്ഷമായി സ്ഥാപിക്കുകയും ഈ യോഗത്തിൽ ചെയ്തു. അനുജ, ശരി, ഞാൻ എസ് വിജയകുമാറിലേക്ക് പോകുന്നു. വിജയകുമാർ, ഇതിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൂജകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പ്രധാനപ്പെട്ട ചടങ്ങ്, 84 സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രധാന ചടങ്ങ്, അതിൽ പ്രധാന മുഖ്യ യജമാനനായി പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നു. ഒപ്പം മറ്റ് സന്യാസി വര്യന്മാരും RSSന്റെ മോഹൻ ഭാഗവത് അടക്കമുള്ളവർ, സെലിബ്രിറ്റികൾ എന്ന് പറയപ്പെടുന്ന ഏതാണ്ട് ക്ഷണിക്കപ്പെട്ട 7000-ലേറെ അതിഥികൾ, അവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഈ ചടങ്ങിനെ നമുക്ക് എങ്ങനെ വളരെ ചുരുക്കിയൊന്ന് വിശദീകരിക്കാം?
അനുജ 84 സെക്കൻഡുകൾ മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. 84 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5-2 മണിക്കൂർ നീണ്ടു നിന്നതാണ്. അതിൽ 84 സെക്കൻഡാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ 84 സെക്കൻഡാണ് ഈ വിഗ്രഹത്തിലേക്ക് പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങ്, അതായത് വിഗ്രഹത്തിലേക്ക് ദേവചൈതന്യം സന്നിവേശിപ്പിക്കുന്ന ചടങ്ങ് വൈദിക വിധി പ്രകാരം നടന്നത്. 12:29 8 സെക്കൻഡ് തുടങ്ങി 12:31 52 സെക്കൻഡ് കൊണ്ടാണ് ആ ചടങ്ങ് അവസാനിച്ചത്. 8 സെക്കൻഡ് 84 സെക്കൻഡ് മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ആ ചടങ്ങ്. ആ ചടങ്ങ് പ്രധാനമന്ത്രി അതിന്റെ മുഖ്യ യജമാനനായി. ആ ചടങ്ങിന് മാത്രമല്ല, ഗർഭഗൃഹത്തിലെ ശ്രീകോവിലിലെ മുഴുവൻ ചടങ്ങുകളിലും മുഖ്യ യജമാനനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഉത്തർപ്രദേശിലെ കാശിയിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ, വേദപണ്ഡിതനാണ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് ആ ചടങ്ങിന് നേതൃത്വം വഹിച്ചത്. ലക്ഷ്മികാന്ത് ദീക്ഷിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുജ്ഞ വാങ്ങി ഓരോ ചടങ്ങുകളായി ചെയ്തു തീർത്തു. ഏതാണ്ട് 11:30 കൂടിയാണ് ആ ചടങ്ങുകളുടെ പ്രാഥമിക കാര്യങ്ങൾ തുടങ്ങിയത്. 12:55 1 മണിയായപ്പോഴേക്കും ആ ചടങ്ങുകൾ ആരതിയോടെ അവസാനിച്ചു, മഹാ ആരതിയോടെ അവസാനിച്ചു. ഈ സമയത്ത് ശ്രീകോവിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS മേധാവി മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദീബെൻ പട്ടേൽ, മഹന്ത് നൃത്തഗോപാൽ ദാസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ പുരോഹിതനും അദ്ദേഹത്തിന്റെ സഹായികളും മാത്രമാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി വെള്ളി കിരീടവും പട്ട് ഉടുപ്പുകളും, അതായത് പട്ട് ചേലകളും രാംലല്ലയ്ക്ക് സമർപ്പിച്ചു. രാംലല്ലയുടെ മനോഹരമായ ദൃശ്യങ്ങൾ അതിനുശേഷം പുറത്തു വന്നു. കറുത്ത ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത 5 വയസ്സ് പ്രായമുള്ള രാമന്റെ, ബാലരാമന്റെ രൂപമാണ്, കമനീയമായ രൂപമാണ് അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നേരത്തെ പഴയ ക്ഷേത്രത്തിലും ബാലരാമനാണ് ഉണ്ടായിരുന്നത്. ആ രാംലല്ലയ്ക്കാണ് ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം. പഴയ ക്ഷേത്രത്തിലെ രാംലല്ല നമ്മളുടെ നാട്ടിൽ പറഞ്ഞ ശിവേലി വിഗ്രഹമായി, അല്ലെങ്കിൽ ഉത്സവകാലങ്ങൾക്ക് പുറത്തെടുക്കുന്ന വിഗ്രഹമായി ഈ ക്ഷേത്രത്തിൽ വെക്കുകയും ചെയ്യും. രാമമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ഈ ആഘോഷ പരിപാടികൾ, ഈ പ്രതിഷ്ഠാകർമ്മം നടന്നത്. അതിന് തൊട്ടു പിന്നാലെ ഹെലികോപ്റ്ററിൽ ഈ രാംപഥ്, നമ്മളിപ്പോൾ നിൽക്കുന്ന രാമവീഥിയിലും ക്ഷേത്ര പരിസരത്തും സേനാ വിഭാഗങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി. പിന്നീട് പുറത്ത് കാത്തുനിന്നവരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. അതിനു മുമ്പ് കിഴക്കേ ഗോപുരനട ജനങ്ങൾക്കായി തുറന്നു കൊടുത്തതോടെ ക്ഷേത്രം ജനങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന സങ്കല്പമാണ്. നാളെ മുതൽ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു ക്ഷേത്ര ദർശനം കൂടി നടത്തിയ ശേഷം 4 മണിക്ക് മുമ്പ് ഇവിടുന്ന് മടങ്ങുമെന്നാണ് അറിയുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥങ്ങൾ ഈ വിഗ്രഹത്തിൽ രാവിലെ മുതൽ അഭിഷേകമായി അർപ്പിച്ചിരുന്നു. സീതാദേവിയുടെ ജന്മനാടായ ജാനകിപുരം, ജനക്പൂർ, ഇപ്പോഴത് നേപ്പാളിലാണ്. ജനക്പൂരിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥം, അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യവസ്തുക്കൾ, ഇതൊക്കെ അഭിഷേകം ചെയ്തു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിവിധ പൂക്കൾ കൊണ്ട് ബാലരാമന്റെ രാമപ്രതിഷ്ഠയിൽ രാംലല്ലയുടെ പാദപൂജ ചെയ്തു. അങ്ങനെ വൈദിക സമ്പ്രദായ പ്രകാരമുള്ള മണിക്കൂറുകൾ നീണ്ട ചടങ്ങ്. അതിൽ 84 സെക്കൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അഭിജിത്ത് മുഹൂർത്തത്തിൽ ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ആളുകളൊക്കെ പിരിഞ്ഞു പോവുകയാണ്. രാംപഥിൽ ഇപ്പോഴും ജനക്കൂട്ടം കാത്തു നിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് അയോധ്യ നഗരം നിറഞ്ഞു തുളുമ്പിയിരിക്കുകയാണ്. അവരിപ്പോഴും അയോധ്യ നഗരത്തിൽ തന്നെ ഉണ്ട്. അനുജ. രാധാകൃഷ്ണനിലേക്ക് വീണ്ടും. RK, ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു ശിവക്ഷേത്രം കുബേർത്തില, അവിടുത്തെ ശിവക്ഷേത്രം സന്ദർശിക്കുന്നതിന് വേണ്ടി പുറപ്പെടുമെന്നാണ്. അദ്ദേഹം പുറപ്പെട്ടോ? ഇനിയിപ്പോൾ അടുത്ത കാര്യപരിപാടികൾ എങ്ങനെയാണ്? അയോധ്യയിൽ നിന്ന് മറ്റ് പ്രമുഖരൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടോ? ഈ അതിഥികൾ ഓരോന്നായി പോകാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അനുജ. അതിഥികളോട് ഒരു ആവശ്യം ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ അധ്യക്ഷൻ നടത്തിയിരുന്നു, ചമ്പത്രായി നടത്തിയിരുന്നു. അത് പ്രധാനമന്ത്രി മടങ്ങുന്നത് വരെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് മടങ്ങരുത് എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതിഥികളിൽ ഭൂരിപക്ഷം പേരും ക്ഷേത്ര സന്ദർശനം നടത്തി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചിലർ വളരെ ചെറിയ അളവിൽ അവർ മടങ്ങുന്ന
ഒരു സാഹചര്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കുബേർ തില എന്ന ക്ഷേത്രത്തിന്റെ ദർശനമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ക്ഷേത്രത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് പറയാം. കാരണം ഈ രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ക്ഷേത്രം എന്ന രീതിയിൽ രാമന് വിഷ്ണു അവതാര രൂപത്തിൽ രാമനായി വന്ന ഘട്ടത്തിൽ ശിവൻ സന്ദർശിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് എന്നാണ് വിശ്വസിച്ച് വരുന്നത്. ഐതിഹ്യങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഈ ക്ഷേത്രവും വലിയ രീതിയിൽ തകർച്ചയെ നേരിട്ടിരുന്നു. പുരാതനമായിട്ടുള്ള ഒരു ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അവിടെയും പരിഷ്കാരം ഉൾപ്പെടെയുള്ളവ വേണം എന്ന് നിർദ്ദേശിച്ച് അത് യാഥാർത്ഥ്യമാക്കിയതാണ്. അതിന്റെ മറ്റ് ചടങ്ങുകളൊക്കെയാണ് ഇന്നവിടെ അത് പൂർത്തിയാകുന്നത്. അവിടെയാണ് അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 5 മണിക്കൂറത്തെ സന്ദർശനത്തിന് ശേഷം ഏതാണ്ട് അല്പസമയത്തിനകം അതിനുശേഷം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം വന്ന ലക്ഷ്യം എന്തായാലും രാഷ്ട്രീയമായിട്ട് അദ്ദേഹം സാധിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രതിപക്ഷത്തെ വളരെ കൃത്യമായിട്ട് മനോഭാവം തിരുത്തണം എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുകയും അങ്ങനെ നിർദ്ദേശിക്കുകയും ചെയ്തു. രാമക്ഷേത്രമായി ബന്ധപ്പെട്ട് പലരും പുലർത്തി വന്ന മനോഭാവം ഇനിയെങ്കിലും തിരുത്തണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഒരുപക്ഷെ അത് പ്രതിഫലനം ഇന്ത്യ മുന്നണിയിൽ നിന്നടക്കം അതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഇനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയ അജണ്ടകൾ അഥവാ രാഷ്ട്രീയ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച ഉള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി ഇവിടെ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത് എന്നതാണ്. അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന്, രാമന് അനീതി നേരിട്ടു. രാമൻ ഏതാണ്ട് 5 നൂറ്റാണ്ടുകളോളം അനീതി നേരിട്ടുകൊണ്ട് ഇവിടെ കഴിയേണ്ടി വന്ന സാഹചര്യമുണ്ട്. രാമന് നീതി നൽകാൻ പുതിയ സംവിധാനം വേണ്ടി വന്നു. ആ സംവിധാനം നീതിപരമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയപ്പോൾ രാജ്യത്തെ നിയമവ്യവസ്ഥ കൂടെ നിന്നു. അങ്ങനെയാണ് രാമന് ഉചിതമായിട്ടുള്ള ക്ഷേത്രം ഇവിടെ ഒരുങ്ങിയത് എന്നതടക്കം അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ്, അഥവാ വ്യാഖ്യാനിക്കാവുന്ന ഒരു സന്ദേശമാണ്. വലിയ രീതിയിൽ രാമനെ അവഗണിക്കാൻ ശ്രമിച്ചു. രാമക്ഷേത്രം യാഥാർത്ഥ്യമായാൽ രാജ്യത്ത് തീ പടർന്ന് പിടിക്കും, അല്ലെങ്കിൽ എല്ലായിടങ്ങളിലും തീയായിരിക്കും. ശരി, അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം സംസാരിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു? പ്രത്യക്ഷമായി ചില കാര്യങ്ങൾ പറയാതെ പരോക്ഷമായി തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്.